പ്രായഭേദമന്യേ ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രയാസമേറിയ ഒരു കണ്ടീഷനാണ് വെർട്ടിഗോ അഥവാ തലകറക്കൽ അല്ലെങ്കിൽ തലചുറ്റൽ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈയിടെയായിട്ട് കുട്ടികളിൽ പോലും തലകറക്കം ഒരു സ്ഥിരം ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുന്നുണ്ട്. അതിന് കാരണങ്ങൾ പലതാണ്. ചില പ്രത്യേക രോഗങ്ങളുടെ ലക്ഷണമായിട്ട് നമുക്ക് ഈ തലകറക്കം വരാറുണ്ട്. അതായത് നമുക്കിപ്പോൾ ചെവിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ട്, മിനിയേഴ്സ് ഡിസീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂറൽ അബ്നോർമാലിറ്റീസ്, ചെവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇനി അതല്ല വലിയ വലിയ എന്തെങ്കിലും ട്രോമാസ്, അതായത് ഏതെങ്കിലും ആക്സിഡൻറ്റ് മുഖാന്തരം നമുക്ക് തലയ്ക്കിടി കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. അങ്ങനെ പല 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 രോഗങ്ങളുടെ ലക്ഷണമായിട്ട് വരാറുണ്ട്. അതല്ലാതെ സാധാരണയായിട്ട് വെർട്ടിഗോ വരുന്നത് പ്രധാനമായിട്ടും നമുക്ക് ക്ഷീണമുണ്ടാകുമ്പോൾ, അതായത് നമ്മുടെ ബോഡി കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ വർക്കൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ ജോലി ചെയ്യുകയോ അങ്ങനെ പരിധിയിൽ കവിഞ്ഞ എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ തലകറക്കം വരാം. ഇനി അതല്ല അനീമിക് ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് ഈ വിളർച്ച, രക്തക്കുറവ് വരുമ്പോഴും തലകറക്കം വരാം. ഇനി അതല്ല പെട്ടെന്ന് എന്തെങ്കിലും വേദനകൾ, അതിഭയങ്കരമായിട്ടുള്ള വേദന സഹിക്കേണ്ടതായിട്ട് വരുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ ഈ മെൻസ്ട്രൽ പെയിനൊക്കെ വരുമ്പോൾ ഭയങ്കര വേദനയാകുമ്പോൾ നമ്മൾ ബോഡി ഒന്ന് റിയാക്ട് ചെയ്യുന്ന പ്രകാരമായിട്ട് വെർട്ടിഗോ വരാം, തലകറക്കം വരാം. ഇനി ചില പല്ല് വേദന, അതായത് ഈ പല്ല് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്തും തലകറക്കം കാണാറുണ്ട്. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ കാണാറുള്ളത്. ഇനി അതല്ല എങ്കിൽ ബി പിയുടെ വേരിയേഷൻസ്, ചിലരിൽ ബി പി കുറയുന്ന സമയത്ത് തലകറക്കം വരാം. ഇനി അതല്ല ബി പിയുടെ ടാബ്ലറ്റ്സ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബി പി വേരിയേഷൻസ്, ബി പി കൂടുകയാണെങ്കിലും തലകറക്കം വരാറുണ്ട്. ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റായിട്ടും തലകറക്കം കാണാറുണ്ട്. പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ, അതായത് ഈ ചുരം കയറുക അല്ലെങ്കിൽ കൂടുതൽ മലമുകളിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴും തലകറക്കം ഉണ്ടാകാം. ഇനി മൈഗ്രെയിൻ സ്ഥിരമായിട്ടുള്ളവരിൽ ഈ തലകറക്കം ഒരു സ്ഥിരം പ്രശ്നം തന്നെയാണ്. ഇനി അതൊന്നുമല്ലാതെ തന്നെ നമുക്ക് ഏറ്റവും സാധാരണയായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ചെവിയുടെ ഇയർ ബാലൻസ് പ്രോബ്ലം ഉള്ള ആളുകൾക്ക് കൂടുതലായിട്ടും തലകറക്കം ഉണ്ടാവാറുണ്ട്. സാധാരണഗതിയിൽ ഏറ്റവും അധികം റേഷ്യോ ഇപ്പോൾ കാണുന്നത് ചെവിയുടെ പ്രോബ്ലം, ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ളവരിലാണ്. അപ്പം നമുക്ക് സ്ഥിരമായിട്ട് തലകറക്കം വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മന്ത്ലി അല്ലെങ്കിൽ സീസണായിട്ട് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാകുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ ഉറപ്പായും നമ്മൾ അതെന്താണ് കാരണമെന്ന് കണ്ടെത്താൻ ഒരു വിദഗ്ധ സഹായം തേടി വേണ്ട ഇൻവെസ്റ്റിഗേഷൻസൊക്കെ നടത്തണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം വെർട്ടിഗോ അല്ലെങ്കിൽ ഈ തലകറക്കം എന്നുള്ളത് ഒരു റെഡ് സിഗ്നൽ പോലെയാണ്, ഒരു സിഗ്നൽ തരുന്നതാണ് നമ്മുടെ ബോഡിയിൽ എന്തോ ഒരു പ്രയാസം ഉണ്ട് എന്നുള്ളത്. നമുക്ക് മുൻപറഞ്ഞ ഇപ്പോൾ ക്ഷീണം, പനി, വിളർച്ച അതുപോലെയുള്ള സാധാരണഗതിയിലുള്ള പ്രയാസങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ടാലി ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് പ്രശ്നം എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം തലച്ചോറിലേക്കുള്ള രക്തോട്ടം പ്രോപ്പർ അല്ലാതെ വരുന്ന സമയത്ത്, പൊസിഷൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന സമയങ്ങളിൽ ചില ആളുകൾക്ക് തലകറക്കം വരാറുണ്ട്. അപ്പോൾ അത് ആ തലച്ചോറിലേക്കുള്ള രക്തോട്ടം നമുക്ക് യാതൊരു കാരണവശാലും ബ്ലോക്ക് വരാൻ പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ നിരന്തരം വരുന്നത് എന്ത് പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് അത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ അല്ലാതെ നമുക്കിപ്പോൾ ഈ മെൻസ്ട്രൽ പെയിൻ്റെ ടൈമിൽ അല്ല ഈ പനി, വിളർച്ച ഇങ്ങനത്തെ ഒരു ചെറിയ തോതിലൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്കതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞ് ടിപ്പ് പറഞ്ഞുതരാം. സാധാരണ ഒരു കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ നമുക്ക് എടുക്കാം. വെളിച്ചെണ്ണ എടുത്ത് 2 കൈയിലും നമുക്ക് നന്നായിട്ട് എടുത്ത്, ചെറിയ ചൂടുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലത്, 2 കൈയിലും എടുത്തതിന് ശേഷം അവിടെ ഈ കഴുത്തിൻ്റെ മുകളിലായിട്ട് ചെവിയുടെ പുറകിൽ ഈ ഭാഗത്ത് 2 വിരലുകളാണ് കൂടുതൽ സൗകര്യം, ആ 2 വിരലുകൾ ഉപയോഗിച്ച് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യാം. മുകളിലോട്ട് വരെയും മസാജ് ചെയ്യാം. ഒരു 10 തവണ, ഒരു തവണ എന്നുള്ള രീതിയിൽ, ഒരു സെറ്റ് 10 തവണ എന്നുള്ള രീതിയിൽ നമുക്കത് റിപ്പീറ്റ് ചെയ്യാം. അതുപോലെ കഴുത്തിൻ്റെ പുറകുവശം, ഏകദേശം മധ്യഭാഗത്തായിട്ട്, കഴുത്ത് എൻഡ് ചെയ്യുന്ന ആ മധ്യഭാഗത്തായിട്ടൊരു ചെറിയൊരു കുഴി പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു സ്ഥലത്തും നമുക്കിതേപോലെ ജെൻറ്റിലായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യാം.
അതുപോലെ ഈ 2 കഴുത്തിൻ്റെ ഈ പുറകുവശം ജോയിൻറ്റ്, ഷോൾഡർ ജോയിൻറ്റിൻ്റെ ആ ഒരു എൻഡിങ്ങിൽ ആ ഭാഗത്തും ഇതേപോലെ മൈൽഡായിട്ട് ഡെയിലി മസാജ് ചെയ്യാം. ഈ ഒരു മസാജിങ് റെഗുലറായിട്ട് ഇതേപോലെ ബുദ്ധിമുട്ട് വരുന്ന ആളുകൾക്ക് ചെയ്താൽ അവർക്ക് ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും, നല്ല ഉറക്കം കിട്ടും, അവരുടെ പൊസിഷൻസൊക്കെ കറക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. കാരണം ഈ സെർവിക്കൽ ബോൺസിൻ്റെ അലൈൻമെൻറ്റിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് വ്യത്യാസം വരാം. അപ്പം അങ്ങനെ വരുന്ന വ്യത്യാസവും തലകറക്കത്തിനൊരു കാരണമാകും. അപ്പം ജെൻറ്റിൽ മസാജുകൾ നമുക്കിതിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കും. താങ്ക് യു.